ഇടതുപക്ഷക്കാരായാലും വലതുപക്ഷക്കാരായാലും BJP പക്ഷക്കാരായാലും എല്ലാവർക്കും പ്രതികരിക്കേണ്ടതുണ്ട്, ദുഃഖങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്, ആഹ്ലാദം പങ്കുവെക്കേണ്ടതുണ്ട്. ചിലർക്കൊക്കെ അവർ മുൻപ് പറഞ്ഞ വാക്കുകളുടെ കണക്കുകൾ തീർക്കേണ്ടതുണ്ട്. അങ്ങനെ പൊതുവേദിയുടെ പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് നമുക്ക് അല്പസമയം വൈകേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും പൊതുവേദിയുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ നമ്മളെ തന്നെ വിളിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് പൊതുവേദിക്ക് അവസരം വേണം, അവർക്ക് സംസാരിക്കാൻ അവസരം വേണം എന്നൊക്കെ വീറോടുകൂടി കോൺഗ്രസിന് വേണ്ടി BJPക്ക് വേണ്ടി വാദിച്ചവർ, CPMന് വേണ്ടിയും CPIക്ക് വേണ്ടിയും ലീഗിന് വേണ്ടിയും ഒക്കെ വാദിച്ച ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രതികരിക്കാൻ താല്പര്യം കാണും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയമുണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിജയമുണ്ടായത്, തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് താമര വിരിയുന്ന സാഹചര്യം ഉണ്ടായത്, അങ്ങനെ കേരളം ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഓരോ സാധാരണക്കാരായ മനുഷ്യർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കാണും. അവരുടെ അഭിപ്രായങ്ങൾ തിരിച്ചറിയാൻ കേരളത്തിലെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണോ കഴിഞ്ഞത് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടിയെന്നും അവരുടെ അഭിപ്രായങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ അവരിങ്ങനെ ആവും ചിന്തിക്കുന്നത് എന്ന് കരുതി പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാജയമുണ്ടായെന്നും പ്രാഥമികമായി കരുതാം. ജനാധിപത്യത്തിൽ അപ്പോഴും അങ്ങനെയാണ്. സാധാരണക്കാരായ മനുഷ്യരെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണോ തിരിച്ചറിയാൻ കഴിയുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ സാധാരണക്കാരുടെ മനുഷ്യരുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ളവർക്ക് അവർക്കൊപ്പം നിൽക്കാൻ എപ്പോഴും ജനം തയ്യാറാവും. മറിച്ച് ജനത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ ജനവും ചിന്തിക്കണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനം അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊപ്പം നിന്നോളും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിൽക്കുന്നവർക്കാണ് പലപ്പോഴും തിരിച്ചടികൾ നേരിടുന്നത്. ശിവപ്രസാദാണ് പാലക്കാട് നിന്നും ചേരുന്നത്. ശ്രീ ശിവപ്രസാദ് തന്നെയല്ലേ? ശിവപ്രകാശ്, ക്ഷമിക്കണം, പേര് ഞാൻ കേട്ടത് പ്രസാദ്. ശിവപ്രകാശ് പാലക്കാട് എവിടെയാണ്? പാലക്കാട് പല്ലച്ചനയാണ്. ഓക്കെ, പല്ലച്ചന ആരാണ് പഞ്ചായത്തിൽ വിജയിച്ചത്? പഞ്ചായത്തിൽ LDF ആണ്. ഓക്കെ, അവിടെ ബാക്കി ബ്ലോക്കിലൊക്കെ ആരാണ് വിജയിച്ചത്? ബ്ലോക്കിലും LDF തന്നെയാണ്. ഓക്കെ, ജില്ലാ പഞ്ചായത്തും LDF തന്നെയാണ്. അതറിയാം, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 7 ജില്ലാ പഞ്ചായത്താണ് LDFന്, 7 ജില്ലാ പഞ്ചായത്ത് UDFന്. താങ്കൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളാണോ? അല്ല, എനിക്ക് രാഷ്ട്രീയ അഭിമുഖ്യമുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത്തെ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്, ഇന്നത്തെ റിസൾട്ടിനെ കുറിച്ച് പറയാനുള്ളത്, അതായത് നമ്മള് ജനങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ, വികസനത്തെ കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നത് കൂടിയാണ് വികസനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് ജനസമൂഹത്തിന്റെ ഒരു വലിയ വിഭാഗം അസംതൃപ്തിയിലാണെന്ന് പറയാതെ വയ്യ. കൃഷിക്കാര്, സർക്കാർ ജീവനക്കാര്, അങ്ങനെ ഒട്ടനവധി ആളുകൾ. അതെന്തായാലും ഞാൻ വിശദമായിട്ട് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ബഹിസ്ഫോരണമാണ് ഈ നിലവിലെ സർക്കാരിന്റെ ഒരു തിരിച്ചടിയിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഹലോ, കേൾക്കാം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇപ്പോൾ താങ്കൾ കേരളത്തിന്റെ റിസൾട്ട് കണ്ടല്ലോ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 7-7 എന്നുള്ള അവസ്ഥ അവിടെ മാത്രമാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയായിരുന്നു, ആധിപത്യമുള്ള സ്ഥലമായിരുന്നു. പരാജയം സംഭവിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതലുണ്ടായിരുന്നു എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അവിടെയും ഇടതുപക്ഷത്തിന് അടിപതറിയിരിക്കുന്നു, ബ്ലോക്കിൽ അടിപതറിയിരിക്കുന്നു. കോർപ്പറേഷനുകളിലാണെങ്കിൽ അടപടലം വീണ ഒരവസ്ഥയാണ്. തിരുവനന്തപുരമൊക്കെ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല BJPക്ക് ഭരണത്തിലേക്ക് എത്തുന്ന അവസ്ഥയടക്കം ഉണ്ടായി. അത്തരം വലിയ പരാജയത്തിൽ നിൽക്കുമ്പോൾ താങ്കൾ സ്ഥിരമായി ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായത്? നമസ്കാരമുണ്ട്. പരാജയത്തില് ദുഃഖിക്കണം, അത്രേ പറയാനുള്ളൂ. വേറെ കാര്യമൊന്നുമല്ല. ഇവരെ ഒന്ന് കണ്ട് പ്രവർത്തിച്ച് ഇടതുപക്ഷ മുന്നണി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. വളരെയധികം ഉത്സാഹിച്ച് കഴിയുമെങ്കിൽ നേതൃത്വത്തിന് ഒരു മാറ്റം വരണം. നേതൃത്വത്തിന് മാറ്റം വന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടും മുൻ പറഞ്ഞ ആള് NGOsന് കൊടുക്കേണ്ടതും വേറെയൊക്കെ കൊടുത്തിട്ട് ഒന്ന് കാര്യപ്രസക്തിയോട് കൂടിയിട്ട് കേരളം കൊണ്ടു നടക്കാഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊന്നാര കിരൺ സാറെ കൈവിട്ടു പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കൈവിട്ടു പോയാൽ നമ്മളെ കഷ്ടകാലാണ്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാറേ, നമസ്കാരം. ശരി, എന്തായാലും മുഹമ്മദിന്, അദ്ദേഹത്തിന് തന്നെ സ്ഥിരമായി ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേദനയുണ്ട്, അത് മനസ്സിലാക്കാം. ഓരോ പാർട്ടി പ്രവർത്തകർക്കും അത്തരത്തിലേക്ക് ഉണ്ടാവും. കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ പേരെന്താണ്? കൃഷ്ണമൂർത്തി. ശ്രീ കൃഷ്ണമൂർത്തി, കോട്ടയത്ത് എവിടെയാണ്? ടൗണിൽ തന്നെയാണ്. ഈ കോട്ടയത്ത് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിലേക്ക് വന്നുകൂടെ കഴിഞ്ഞ തവണ വൻ വിജയമൊക്കെ നേടിയതാണ്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ തട്ടകങ്ങളിലൊക്കെയും അടിപതറുന്ന അവസ്ഥയാണല്ലോ ഇടതുമുന്നണിക്ക്. വീണ്ടും UDF ജോസ് കെ മാണി ഇല്ലാതെ തന്നെ ശക്തി തെളിയിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു?
മാണി സാറിന്റെ വാലെ കെട്ടി അടിക്കാൻ കൊള്ളത്തില്ല ജോസ് കെ മാണി കഴിവില്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ സാറേ. നേതാവ് ശരിയല്ലെങ്കിൽ പ്രതികൾ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ. പക്ഷെ ഇതേ ജോസ് കെ മാണി തന്നെയല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമൊക്കെ ഒരുക്കിയതും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ നിൽക്കുകയായിരുന്നല്ലോ, അവിടെയൊക്കെ വിജയമൊരുക്കിയത്. താങ്കൾക്ക് അറിയാമല്ലോ എത്ര പാർട്ടികളുണ്ടായിരുന്നു കേരളത്തിൽ, എത്ര RSP ഉണ്ടായിരുന്നു, എത്ര കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? അതിങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ ഒന്നും കാണത്തില്ല ഇവർക്ക്. നേതൃത്വം ഇല്ലെങ്കിൽ എങ്ങനെയാ? പൈസ വേണ്ടേ? നേതൃത്വം വേണ്ടേ? ശരി, ഓക്കെ. അപ്പൊ മാത്രം പോരല്ലോ. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറഞ്ഞോളൂ. ഇതുമായി ബന്ധപ്പെട്ടാണ് പറയാം. ന്യൂസ് 18-നും ജനവും അല്ലാതെ ആരും BJPക്ക് ഒരു സപ്പോർട്ടും ചെയ്തില്ല. ഞങ്ങൾ എന്ത് സപ്പോർട്ടാണ്? ഞങ്ങൾ ഏത് പാർട്ടിക്കാണ് സപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ ന്യൂട്രലായിട്ട് നിന്നു. നിങ്ങൾ ന്യൂട്രലിൽ നിന്നു. ജനം മാത്രമേ അവർക്ക് സപ്പോർട്ട് ഉള്ളായിരുന്നു. അങ്ങനെ ബാക്കി ചാനല് മുഴുവൻ എതിരല്ലേ. നമുക്ക് അങ്ങനെ ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേകമായ മമതയോ ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേകമായ പറഞ്ഞില്ല. അല്ല, അങ്ങനെ നിങ്ങൾ എതിരിൽ നിന്നല്ല, നിങ്ങൾ ന്യൂട്രൽ തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും കാണുന്ന ന്യൂസിലേക്ക്. ശരി, പ്രത്യേകിച്ച് ഈ ഭാഗം പ്രത്യേകം കാണുന്നതാണ്. എനിക്ക് വളരെ സന്തോഷം. കോർപ്പറേഷൻ ഒരിടമെങ്കിലും കിട്ടിയല്ലോ. കാരണം അവിടുന്ന് തെളിയിച്ചാൽ മതിയല്ലോ. അപ്പൊ കോർപ്പറേറ്റ് പോരുമല്ലോ. കാരണം ഞാനൊരു വലിയ മാർക്സിസ്റ്റുകാരനായിരുന്നു. ഇവരുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് ഞങ്ങൾ എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ നിന്ന് മാറിയത്. താങ്കൾക്ക് അറിയാതിരിക്കുമല്ലോ. താങ്കൾ പൊതുവേദിയിലുള്ള ആളല്ലേ. ശരി, വളരെ നന്ദി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. ശ്രീ വിജയനാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, താങ്കൾ പാലക്കാട് എവിടെയാണ്? പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്ത്. നിങ്ങളുടെ പഞ്ചായത്തിൽ ആരാണ് വിജയിച്ചത്? LDF ആണ്. LDFന്റെ പഞ്ചായത്ത് തന്നെ ആയിരുന്നോ നേരത്തെ? അല്ല, UDF ആയിരുന്നു. LDF പിടിച്ചെടുത്തു. പഞ്ചായത്ത് തന്നെയായിരുന്നു. പക്ഷേ നമ്മളെ വാർഡ് മാറിപ്പോയി. ശരി, ഓക്കെ. അപ്പൊ നിങ്ങളുടെ എന്തായാലും എനിക്ക് തോന്നുന്നു പാലക്കാട് 7 ജില്ലകൾ LDFന് കിട്ടിയതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ജില്ല പാലക്കാടാണ്. കാര്യമായ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു ജില്ല പാലക്കാടാണ്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തവണ 14-ൽ 12 എന്ന് പറഞ്ഞാൽ ഒരിടത്ത് 11 വിജയം, അല്ലെങ്കിൽ ഒരിടത്ത് UDFന് കിട്ടിയത് നറുക്കിട്ട് കിട്ടിയതാണ് വയനാട് കഴിഞ്ഞ തവണ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് ഈ വൻപിച്ച പരാജയം, കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ 6-ൽ ഒരിടത്ത് മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്, അത് കോഴിക്കോട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായത്? പരാജയം പറഞ്ഞാൽ നമ്മള് ഒരു കാര്യം ചോദിച്ചപ്പോ മണി പറഞ്ഞ കേട്ടില്ലേ, 2000 രൂപ നമ്മൾ കൊടുത്തത് അത് കൈക്കൂലിയാണ് ശരിക്കല്ലേ അവര് പറഞ്ഞത്? ശരിയല്ലേ? അത് അങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും ശരിയല്ല. ജനത്തിന് ഒരു സർക്കാർ സഹായം ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനത്തിന്റെ കാര്യങ്ങൾ അതിനുവേണ്ടിയാണല്ലോ ഈ സർക്കാർ ഉള്ളത്. അവർ നന്നായി ചെയ്യുന്നവരെ ആളുകൾ അംഗീകരിക്കും, അല്ലാത്തവരെ അല്ലാതെ അത് ചെയ്തത് കൊണ്ട് നിങ്ങൾ തിരിച്ചു വോട്ട് തന്നു പോകണം എന്നുള്ള ഒരു അവസ്ഥയൊന്നുമില്ല. അതാണ്, അത് വലിയ നഷ്ടമല്ലേ. ശരിക്കും അതിന് കേസ് എടുക്കണമെന്ന് ശരിക്കും ഗവൺമെന്റ് ഞാൻ പറയുമ്പോ. ശരിയല്ലേ? ശരി, പറയാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ അടുത്ത 4 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്നു. അപ്പൊ 500 കൂട്ടുവരും. അപ്പൊ 2500 ആക്കും. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തതിന്റെ ബലമായി സംശയം. ശരിയാണോ? അറിയാൻ പറ്റില്ല നമുക്ക്. എന്താണ് ഇതിപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. സംസാരിക്കാൻ പാടില്ലല്ലോ. കാരണം ആ സംസാരത്തിൽ ഒരു ശരികേടുണ്ട്. അങ്ങനെ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സംസാരിക്കേണ്ടത്. പരാജയം ഉണ്ടായാൽ അത് അംഗീകരിക്കുക, തെറ്റ് തിരുത്തുക, അങ്ങനെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുക. അതാണ് രാഷ്ട്രീയം. അതാണ് അതിന്റെ ശരി. കാരണം നമുക്ക് എവിടെ പോരായ്മ വന്നിച്ചാൽ അത് നേട്ടാനുള്ള ഇത് വേണം. അതിനുള്ള എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യണം. കാരണം അസുഖം വന്ന മരുന്ന് വെച്ച് ചികിത്സിക്കുക ചെയ്യുക. അല്ലാതെ അത് വന്നു പറഞ്ഞിട്ട് വെട്ടറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, ശ്രീ അബ്ദുൾ മജീദ് ആണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അബ്ദുൾ മജീദ്, ആദ്യമായിട്ട് ന്യൂസ് 18 ചാനലിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിച്ചതിന് അഭിവാദ്യങ്ങൾ. ശരി, എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. 9.25 വർഷമായിട്ട് പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയുന്ന പറഞ്ഞ ഗവൺമെന്റാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതുവരെ. കാരണം സത്യത്തില് ഉമ്മൻചാണ്ടി സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും. പക്ഷെ ഇടതുപക്ഷ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഈ പങ്കാളിത്ത പെൻഷൻ ഞങ്ങള് അറബിക്കടലിൽ എറിയെന്ന് പറഞ്ഞു. എന്നിട്ട് 5 വർഷം ഭരിച്ചു. പിന്നെ വോട്ട് വാങ്ങി വീണ്ടും 5 വർഷത്തിലേക്ക് ഭരണം ഭരിച്ചിട്ടും പങ്കാളിത്ത പെൻഷൻ ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ നിരാശരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് SNP സെക്ട് എന്ന് പറഞ്ഞിട്ട് പങ്കാളിത്ത പെൻഷൻകാരുടെ ഒരു സംഘടനയുണ്ട്. ഇത് ഞങ്ങൾ കേരളത്തിലുടനീളം 5 ലക്ഷത്തിലധികം ഞങ്ങൾ മെമ്പർമാരുണ്ട്. അവരുടെ കുടുംബങ്ങളടക്കം 25 ലക്ഷത്തോളം ആളുകൾ
തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് ഗവൺമെന്റിനെതിരെ. അതാണ് ഇത്ര വലിയൊരു പരാജയത്തിന് കാരണം സർ. ശരി, അത് ഒരു കാരണമാകാം. പക്ഷെ നിങ്ങൾ തിരിഞ്ഞു കുത്തിയത് കൊണ്ട് മാത്രം അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് അത് അവകാശപ്പെടാം. ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, പത്തനംതിട്ടയിലൊക്കെ UDF ഒരു മടങ്ങി വരവ് ശക്തമായ രീതിയിൽ പ്രകടിപ്പിച്ച ഒരു ജില്ലയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ UDF ഒരു മടങ്ങി വരവും LDF ഒരു തിരിച്ചടിയും ഈ പത്തനംതിട്ടയിലൊക്കെ ഉണ്ടാവാനുള്ള കാരണം? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. പത്തനംതിട്ട സൗകര്യമല്ല ഒന്ന്.